ഹായ്, അഭിയാണേ. ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂരില് പോത്തുകല്ല് പാതാറ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടേക്ക് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ഉരുൾപൊട്ടലില് ഈ ഏരിയ കംപ്ലീറ്റ് വെള്ളം കയറി ഒരുപാട് കൃഷിയിടങ്ങളും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഈ ഒരു ക്ഷേത്രത്തിന് മാത്രം കേടുപാടുകൾ ഉണ്ടായിട്ടില്ല. കാര്യം ഇതിന്റെ മുകളിൽ വരെ വെള്ളം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ മുകളിൽ നിന്നാണ് ഉരുൾ പൊട്ടി വന്നിട്ടുള്ളത്. താഴെ കൂടി ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്, കാണാൻ നല്ല സൂപ്പർ സ്ഥലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാമെന്നല്ല, ഒമ്മായിട്ട് വൈബാണ്, സൂപ്പറാണ്. ഇപ്പം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോയാലോ? അടിപൊളിയാണ്, ഇപ്പം ചെയ്യാതെ കാണുക. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലിയാറിന് കുറുകെയുള്ള പനങ്കായം പാലത്തിലാണ്. നിലമ്പൂരിൽ നിന്നും പോത്തുകല്ല് മുണ്ടേരി റോഡിൽ ഞെട്ടിക്കുളം എന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ പാതാറിലേക്ക് പോകുന്നത്. 2019 പ്രളയത്തിൽ ചാലിയാർ കര കവിഞ്ഞപ്പോൾ ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം വന്നതാണ്. ഇതാണിപ്പോഴത്തെ പാതാർ. ഇവിടെ ഉരുൾപൊട്ടിയത് പകലായിരുന്നതുകൊണ്ടും ഈ തോട്ടിലൂടെ വന്ന വെള്ളത്തിൻ്റെ നിറത്തിലും മണത്തിലുമുള്ള വ്യത്യാസം ഇവിടുത്തെ ആളുകൾ തിരിച്ചറിഞ്ഞതുകൊണ്ടും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനായി. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടും ഇവിടെ ആർക്കും ജീവൻ നഷ്ടപ്പെട്ടില്ല. ഉരുൾപൊട്ടലിന് ശേഷം ഈ പ്രദേശം ഇങ്ങനെയായിരുന്നു. നമ്മൾ ചാമപ്പാറയിലേക്ക് പോകുന്ന വഴിയാണിത്. ഉരുൾപൊട്ടലിന് മുമ്പ് ഇവിടെ ഒരു പാലമുണ്ടായിരുന്നു. വാഹനം ഇവിടെ നിർത്തി നടന്നാണ് ഞാൻ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു കയറ്റം കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. ഉരുൾപൊട്ടി വന്ന വെള്ളം പ്രധാന ക്ഷേത്രത്തോട് ചേർന്നുണ്ടായിരുന്ന ഉപദേവതാ ക്ഷേത്രങ്ങൾ തകർത്ത് കളഞ്ഞെങ്കിലും പ്രധാന ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കിയില്ല. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രശാന്തമായ അന്തരീക്ഷം മനസ്സിന് നല്ലൊരു ശാന്തത നൽകുന്നതാണ്. എന്തായാലും എനിക്ക് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് 100% സത്യമാണ്. മഴയുള്ളതുകൊണ്ട് പാറയിൽ നല്ലതുപോലെ തെന്നലുണ്ട്. നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടം ഉണ്ടാവും. ഈ വലിയ പാറകളടക്കം ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാണത്രേ. വളരെ ചെറിയൊരു തോട്ടിലൂടെ ഇത്ര വലിയ പാറകളും മരങ്ങളും കുത്തിയൊലിച്ചു വന്ന് ഒരു പ്രദേശത്തെ ആകെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറ്റിയിരുന്നുവെന്ന്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള കവളപ്പാറയിലേക്കാണ് പോകുന്നത്. 59 മനുഷ്യജീവനുകൾ എടുത്ത ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. 5 വർഷങ്ങൾക്ക് ശേഷമുള്ള കവളപ്പാറയാണിത്. അവിടെ നിന്നാണ് മലയിടിഞ്ഞു വന്നത്.
ഈ മൺകൂനകൾക്കുള്ളിൽ എവിടെയോ ഇനിയും കണ്ടെത്താനാവാത്ത 9 പേരുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ട് നമ്മളെ വിട്ടുപോയ ഓരോരുത്തർക്കും പ്രാർത്ഥനയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മറ്റൊരു നാടിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമായി വീണ്ടും സന്ധിക്ക് വരെ ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം അഭി.